ആലപ്പുഴയുടെ കായലോളങ്ങളിൽ മറഞ്ഞ ഒരു ചരിത്രമാണ്. ഇന്നത്തെ ആലപ്പുഴയിലെ തിരക്കേറിയ തെരുവുകളിലൂടെയും പായൽ പിടിച്ച കനാൽ വക്കുകളിലൂടെയും സഞ്ചരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കേവലം ഒരു പട്ടണത്തെയല്ല, മറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു മനുഷ്യൻ കണ്ട വലിയ സ്വപ്നത്തിൻ്റെ ബാക്കി പത്രങ്ങളെയാണ്. കിഴക്കിൻ്റെ വെനീസ് എന്ന് പിൽക്കാലത്ത് ലോകം മുഴുവൻ വാഴ്ത്തിയ ഈ നഗരം കാട് പിടിച്ചു കിടന്ന ഒരു ഭൂപ്രദേശമായിരുന്നു എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ആ നാടിനെ നാടാക്കി മാറ്റിയത്, തിരുവിതാംകൂറിൻ്റെ വാണിജ്യ സിരകൾക്ക് ജീവൻ നൽകിയത് ആ ശില്പിയുടെ പേരാണ് രാജ കേശവദാസ്. ഇന്നത്തെ ചരിത്രയാത്രയിൽ നമ്മൾ ഇന്ന് തേടിപ്പോകുന്നത് തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും ശോഭയുള്ളതും എന്നാൽ അത്ര തന്നെ ഇരുൾ നിറഞ്ഞതുമായ ഒരു അധ്യായമാണ്. വികസനത്തിൻ്റെ കൊടുമുടികൾ കീഴടക്കിയ ഒരു ഭരണാധികാരി എങ്ങനെയാണ് അധികാരത്തിൻ്റെ ഇരു അറകളിൽ നടന്ന ഗൂഢാലോചനയിൽ ഇല്ലാതായതെന്ന്, അതിന് പകരം വീട്ടാൻ കാലം കാത്തുവച്ച മറ്റൊരു വീരനായകൻ വേലുത്തമ്പി ദളവ എങ്ങനെ ഉദയം ചെയ്തുവെന്നും ഉള്ള കഥയാണിത്. ഇത് വെറുമൊരു ചരിത്ര വിവരണമല്ല, മറിച്ച് ചതിയുടെയും രക്തത്തിൻ്റെയും ഒടുവിൽ നീതിയുടെയും കഥ പറയുന്ന കാലത്തിൻ്റെ സാക്ഷ്യപത്രമാണ്. ചരിത്രത്തിലെ പല വലിയ മനുഷ്യരുടെയും ജീവിതം ആരംഭിക്കുന്നത് വലിയ കൊട്ടാരങ്ങളിൽ നിന്നല്ല, മറിച്ച് ചെറിയ കുടിലുകളിൽ നിന്നാണ്. രാജാ കേശവദാസന്റെ കാര്യത്തിലും ഇത് വ്യത്യസ്തമല്ല. 1747 മാർച്ച് 17 ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലെ കുന്നത്തൂർ എന്ന ഗ്രാമത്തിൽ കേശവരാമൻ പിള്ള എന്ന പേരിൽ അദ്ദേഹം ജനിച്ചു. പിതാവ് മാർത്താണ്ഡൻ തമ്പി തിരുവിതാംകൂർ സൈന്യത്തിലെ ഒരു യോദ്ധാവായിരുന്നുവെങ്കിലും പിന്നീട് സന്യാസ ജീവിതം തെരഞ്ഞെടുത്തതോടെ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ കേശവന്റെ ചുമതലയിലായി. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്ന് തൻ്റെ ബുദ്ധിശക്തിയും അർപ്പണബോധവും കൊണ്ട് മാത്രം തിരുവിതാംകൂറിൻ്റെ വലിയ ദിവാൻജി എന്ന പദവിയിലേക്ക് അദ്ദേഹം നടത്തിയ യാത്ര ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്. തിരുവനന്തപുരത്തെ ഒരു വ്യാപാരിയുടെ കണക്കെഴുത്തുകാരനായി തുടങ്ങിയ ജീവിതം ഒടുവിൽ രാജ്യത്തിൻ്റെ തന്നെ തലവര മാറ്റിമറിക്കുന്ന നിലയിലേക്ക് വളർന്നു. ധർമ്മരാജാവ് എന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ വിശ്വസ്തനായി മാറിയ കേശവദാസ് ടിപ്പു സുൽത്താന്റെ ആക്രമണ ഭീഷണി നിലനിന്ന സമയത്ത് തിരുവിതാംകൂറിനെ സംരക്ഷിച്ചു നിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ഇന്ന് നമ്മൾ കാണുന്ന ആലപ്പുഴ തുറമുഖം രാജാ കേശവദാസിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. കാട് പിടിച്ചു കിടന്ന കുറുക്കന്മാരും കുരങ്ങന്മാരും മാത്രം വിഹരിച്ചിരുന്ന ഒരു പ്രദേശത്തെ അദ്ദേഹം അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു തുറമുഖ നഗരമാക്കി മാറ്റി. 2 സമാന്തര കനാലുകൾ നിർമ്മിച്ചുകൊണ്ട് ചരക്കുകൾ എളുപ്പത്തിൽ തുറമുഖത്തേക്ക് എത്തിക്കാനുള്ള സൗകര്യം അദ്ദേഹം ഒരുക്കി. ഈ കനാലുകൾ ഇന്നും ആലപ്പുഴയുടെ ജീവനാഡിയായി നിലകൊള്ളുന്നു. എന്നാൽ കെട്ടിടങ്ങളും കനാലുകളും മാത്രമല്ല ഒരു നഗരത്തെ സൃഷ്ടിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിന് ജീവൻ നൽകാൻ കച്ചവടക്കാർ വേണം. അതിനായി അദ്ദേഹം ഗുജറാത്തിൽ നിന്നും ബോംബെയിൽ നിന്നും കച്ചിലെയും സൂററ്റിലെയും വ്യാപാരികളെ ആലപ്പുഴയിലേക്ക് ക്ഷണിച്ചു. അവർക്ക് താമസിക്കാൻ സ്ഥലവും ആരാധനാലയങ്ങൾ പണിയാൻ സൗകര്യങ്ങളും ഗോഡൌണുകളും നിർമ്മിക്കാൻ ഭൂമിയും നൽകി. ആലപ്പുഴയിലെ ഗുജറാത്തി തെരുവ് ഇന്നും ആ ചരിത്രത്തിൻ്റെ സ്പന്ദിക്കുന്ന ഓർമ്മയാണ്. 1798 ഫെബ്രുവരിയിൽ ധർമ്മരാജാവ് നാടു നീങ്ങിയതോടെ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ സുവർണ കാലഘട്ടത്തിന് തിരശ്ശീല വീണു. കേശവദാസിന് താങ്ങും തണലുമായിരുന്ന ആ വലിയ വൃക്ഷം വീണതോടെ കൊട്ടാരത്തിനുള്ളിൽ നിഴലുകൾക്ക് ജീവൻ വെച്ചു തുടങ്ങി. 16 വയസ്സ് മാത്രം പ്രായമുള്ള ബാലരാമവർമ്മയാണ് പിന്നീട് അധികാരമേറ്റത്. ഭരണപരിചയമില്ലാത്ത ദുർബലനായ ഈ യുവരാജാവിനെ സ്വാധീനിക്കാൻ തക്കം പാർത്തിരുന്ന ഒരു സംഘം ആളുകൾ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു. കോഴിക്കോട് സാമൂതിരിയുടെ കൊട്ടാരത്തിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് കുടിയേറിയ ജയന്തൻ ശങ്കരൻ നമ്പൂതിരിയായിരുന്നു
ഈ ഗൂഢാലോചനയുടെ സൂത്രധാരൻ. ടിപ്പു സുൽത്താന്റെ പടയോട്ടകാലത്ത് അഭയം തേടിയെത്തിയ ഇദ്ദേഹം തന്റെ സാമർഥ്യം കൊണ്ട് രാജകുടുംബത്തിന്റെ വിശ്വസ്തനായി മാറി. എന്നാൽ അധികാരം കൈക്കലാക്കാനുള്ള അത്യാഗ്രഹം അദ്ദേഹത്തെ നയിച്ചത് കൊടും ക്രൂരതകളിലേക്കാണ്. ജയന്തൻ ശങ്കരൻ നമ്പൂതിരി തനിച്ചായിരുന്നില്ല. അദ്ദേഹത്തിന് കൂട്ടായി ശങ്കരനാരായണൻ ചെട്ടി എന്ന ധനകാര്യ വിദഗ്ധനും ഉപ്പും പുകയിലയും കുത്തകയാക്കി വെച്ചിരുന്ന മാത്തുത്തരകൻ എന്ന വമ്പൻ വ്യാപാരിയും ഉണ്ടായിരുന്നു. ഈ മൂവർ സംഘം യുവരാജാവിനെ വരുതിയിലാക്കി. രാജാ കേശവദാസ് എന്ന വലിയ മരം നിൽക്കുമ്പോൾ തങ്ങൾക്ക് വളരാൻ കഴിയില്ലെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ രാജ്യസ്നേഹിയായ ആ വലിയ മനുഷ്യനെതിരെ അവർ ചരടുകൾ വലിച്ചു തുടങ്ങി. പുതിയ ഭരണാധികാരികളുടെ ഉപജാപങ്ങളിൽ വീണുപോയ രാജാവ് തൻ്റെ ഏറ്റവും വിശ്വസ്തനായ സേവകനെ രാജ്യദ്രോഹിയായി പ്രഖ്യാപിച്ചു. രാജാ കേശവദാസിനെ വീട്ടുതടങ്കലിലാക്കി. താൻ ജീവൻ നൽകി സംരക്ഷിച്ച രാജ്യം തന്നെ തള്ളിപ്പറയുന്നത് കാണേണ്ടി വന്ന ആ വലിയ മനുഷ്യന്റെ മാനസികാവസ്ഥ ഊഹിക്കാവുന്നതേയുള്ളൂ. എന്നാൽ ശത്രുക്കൾക്ക് അതുകൊണ്ടും മതിയായിരുന്നില്ല. ജനങ്ങൾക്കിടയിൽ കേശവദാസിനുള്ള സ്വാധീനം അവർ ഭയന്നിരുന്നു. 1799 ഏപ്രിൽ 21 ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ആ സംഭവം നടന്നു. തിരുവിതാംകൂറിന്റെ വലിയ ദിവാൻജിയെ വിഷം നൽകി കൊലപ്പെടുത്തി. ജനങ്ങൾക്കിടയിൽ ഇത് വലിയ ഞെട്ടലും ദുഃഖവും ഉളവാക്കി. അദ്ദേഹം വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചെന്നാണ് ജനങ്ങൾ വിശ്വസിച്ചത്. കേശവദാസിന്റെ മരണം കൊണ്ട് മാത്രം പകതീരാത്ത ജയന്തൻ നമ്പൂതിരിയും സംഘവും അദ്ദേഹത്തിന്റെ കുടുംബത്തെ വേരോടെ പിഴുതെറിയാൻ തീരുമാനിച്ചു. കേശവദാസിന്റെ സഹോദരനും സൈന്യാധിപനുമായിരുന്ന കുമാരൻ തമ്പിയെയും അനന്തര രാജ്യദ്രോഹ കുറ്റം ചുമത്തി വധശിക്ഷയ്ക്ക് വിധിച്ചു. തിരുവനന്തപുരം കോട്ടയ്ക്ക് പുറത്തുള്ള ഒറ്റപ്പനമൂട് എന്ന സ്ഥലത്തു വെച്ചാണ് ഈ ക്രൂരകൃത്യം നടന്നത്. മണൽക്കൂനകളും കരിമ്പനകളും നിറഞ്ഞ ആ പ്രദേശം പിന്നീട് പ്രേതബാധയുള്ള സ്ഥലമായി ജനങ്ങൾ ഭയപ്പെട്ടിരുന്നുവത്രേ. കേശവദാസിന്റെ ബന്ധുക്കളെ തലവെട്ടി കൊലപ്പെടുത്തിയ ആ സ്ഥലം തിരുവിതാംകൂർ ചരിത്രത്തിലെ ഒരു കറുത്ത പാടായി അവശേഷിക്കുന്നു. കേശവദാസിന്റെ മരണശേഷം ജയന്തൻ ശങ്കരൻ നമ്പൂതിരി ദിവാനായി അധികാരമേറ്റു. ശങ്കരനാരായണൻ ചെട്ടി ധനകാര്യമന്ത്രിയും മാത്തുത്തരകൻ വാണിജ്യ ഉപദേഷ്ടാവായും സ്ഥാനമേറ്റു. ഇതോടെ തിരുവിതാംകൂറിൽ അഴിമതിയുടെയും കൊള്ളയുടെയും കാലം ആരംഭിച്ചു. ഭരണത്തിൽ കയറി മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇവർ ഖജനാവ് കൊള്ളയടിച്ചു. രാജാ കേശവദാസ് കരുതലോടെ സൂക്ഷിച്ചിരുന്ന സമ്പത്ത് മുഴുവൻ ഇവർ ധൂർത്തടിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകേണ്ട കപ്പത്തിൽ കുടിശ്ശിക വന്നപ്പോൾ അത് നികത്താൻ അവർ കണ്ടെത്തിയ മാർഗം ജനങ്ങളെ പിഴിയുക എന്നതായിരുന്നു. ശൂന്യമായ ഖജനാവ് നിറയ്ക്കാൻ ജയന്തൻ നമ്പൂതിരി തഹസിൽദാർമാർക്ക് നിർദ്ദേശം നൽകി. വൻ തുകകൾ ഉടൻ കൊട്ടാരത്തിൽ എത്തിക്കുക. ഓരോ പ്രദേശത്തിൻ്റെയും സാമ്പത്തിക സ്ഥിതിയോ ജനങ്ങളുടെ അവസ്ഥയോ പരിഗണിക്കാതെയായിരുന്നു ഈ ആവശ്യം. പണം നൽകാൻ കഴിയാത്ത ഉദ്യോഗസ്ഥരെയും ജനങ്ങളെയും പീഡിപ്പിക്കുന്നത് പതിവായി. ഈ സമയത്താണ് ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയ ആ സംഭവം നടക്കുന്നത്. തെക്കൻ തിരുവിതാംകൂറിലെ തലക്കുളത്ത് ചെമ്പകരാമൻ എന്ന സ്ഥാനപ്പേരുള്ള ഒരു നായർ കുടുംബത്തിൽ ജനിച്ച വേലുത്തമ്പി അന്ന് മാവേലിക്കരയിലെ കാര്യക്കാരൻ ആയിരുന്നു. ജയന്തൻ നമ്പൂതിരിയുടെ കൽപ്പന വേലുത്തമ്പിക്കും ലഭിച്ചു. 3000 രൂപ ഉടൻ അടയ്ക്കണം. അക്കാലത്ത് അതൊരു വലിയ തുകയായിരുന്നു. എന്നാൽ ഭീരുവിനെ പോലെ പണം പിരിച്ചു കൊടുക്കുവാൻ വേലുത്തമ്പി തയ്യാറായില്ല. അദ്ദേഹം പണം അടയ്ക്കാൻ 3 ദിവസത്തെ സാവകാശം ചോദിച്ചു. അത് പണം ഉണ്ടാക്കാനായിരുന്നില്ല, മറിച്ച് ജനങ്ങളെ സംഘടിപ്പിക്കാനായിരുന്നു. വേലുത്തമ്പി നാട്ടിലെത്തുകയും ജനങ്ങളെ വിളിച്ചു കൂട്ടുകയും ചെയ്തു. ജയന്തൻ നമ്പൂതിരിയുടെയും കൂട്ടാളികളുടെയും അഴിമതിക്കെതിരെ അദ്ദേഹം ജനങ്ങളെ ഉണർത്തി. തിരുവിതാംകൂർ ചരിത്രത്തിൽ ആദ്യമായി ഭരണകൂടത്തിനെതിരെ ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടായി. ആയിരക്കണക്കിന് ആളുകൾ തമ്പിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തേക്ക് മാർച്ച് ചെയ്തു.
രോഷാകുലരായ ജനക്കൂട്ടം തിരുവനന്തപുരം കോട്ടയും കൊട്ടാരവും വളഞ്ഞു. അവരുടെ ആവശ്യങ്ങൾ വ്യക്തമായിരുന്നു. 1. ജയന്തൻ ശങ്കരൻ നമ്പൂതിരിയെ പിരിച്ചുവിടുക, നാടുകടത്തുക. 2. അഴിമതിക്കാരായ മാത്യു തരകനെയും ശങ്കരനാരായണൻ ചെട്ടിയെയും പരസ്യമായി ശിക്ഷിക്കുക. 3. അഴിമതി ഭരണം അവസാനിപ്പിക്കുക. ഭയന്നുപോയ രാജാവ് ബാലരാമവർമ്മയ്ക്ക് വഴങ്ങുകയല്ലാതെ വേറെ മാർഗങ്ങളില്ലായിരുന്നു. ജനശക്തിക്ക് മുൻപിൽ അധികാരം മുട്ടുമടക്കി. വിപ്ലവം ജയിച്ചു. ഗൂഢാലോചനയ്ക്കുള്ള ശിക്ഷ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത് അതീവ ക്രൂരവും എന്നാൽ അക്കാലത്തെ നീതിബോധത്തിന് നിരക്കുന്നതുമായ രീതിയായിരുന്നു. ജയന്തൻ ശങ്കരൻ നമ്പൂതിരിക്ക് കിട്ടിയ ശിക്ഷയാണ് ശ്രദ്ധിക്കേണ്ടത്. ബ്രാഹ്മണനായതിനാൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തെ നാണം കെടുത്തുകയും നാടുകടത്തുകയും ചെയ്തു. തിരുവിതാംകൂറിന്റെ മണ്ണിൽ ഇനി ഒരിക്കലും കാല് കുത്തരുതെന്ന് കൽപ്പിച്ചു. അധികാരമോഹിയായി വന്ന അദ്ദേഹം അപമാനിതനായി മടങ്ങി. എന്നാൽ മാത്യു തരകനും ശങ്കരനാരായണൻ ചെട്ടിക്കും ലഭിച്ച ശിക്ഷ വ്യത്യസ്തമാണ്. ഇവരുടെ വിധി കൂടുതൽ ദാരുണമായിരുന്നു. ഇവരെ പരസ്യമായി ചാട്ടവാറുകൊണ്ട് അടിക്കുകയും ചെവികൾ ഛേദിക്കുകയും മാത്യു തരകനെ തിരുവനന്തപുരം ജയിലിലും ശങ്കരനാരായണൻ ചെട്ടിയെ ഉദയഗിരി കോട്ടയിലും തടവിലാക്കി. ഈ സംഭവത്തിന് ശേഷം വേലുത്തമ്പി തിരുവിതാംകൂർ വാണിജ്യ മന്ത്രിയായും പിന്നീട് ദളവയായും നിയമിതനായി. രാജ കേശവദാസന്റെ മരണത്തിന് വേലുത്തമ്പിയുടെ കാലം പകരം വീട്ടി. ഇന്ന് ആലപ്പുഴയിലെ കനാലുകളിലൂടെ ഒരു ഹൗസ് ബോട്ടിംഗ് യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ വേലുത്തമ്പിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈ ചോരയേറ്റ് വീണ ചരിത്രമാണ്. രാജാ കേശവദാസ് എന്ന ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി ആലപ്പുഴയെ പടുത്തുയർത്തി. പക്ഷേ അധികാരത്തിൻ്റെ ഇരുളറകളിൽ അദ്ദേഹം ഇല്ലാതായി. ഒറ്റപ്പനമൂട്ടിലെ മണൽത്തരികളിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ രക്തം ഈറ്റുവീണു. എന്നാൽ തിന്മയ്ക്ക് അധികകാലം വാഴാൻ കഴിയില്ലെന്ന സത്യം വേലുത്തമ്പിയുടെ രൂപത്തിൽ അവതരിച്ചു. ജയന്തൻ നമ്പൂതിരിയും സംഘവും ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെട്ടു. മാത്യു തരകൻ തൻ്റെ സമ്പത്തും സ്വാധീനവും നഷ്ടപ്പെട്ട് ജയിലഴിക്ക് ഉള്ളിലായി. കേശവദാസന്റെ ഓർമ്മകൾ ഇന്നും ആലപ്പുഴയിലെ കച്ചവടക്കാരുടെ തിരക്കുകളിലും ഗുജറാത്തിലെ തെരുവിൻ്റെ വശ്യതയിലും ജീവിക്കുന്നു. ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്: വലിയ മരങ്ങളെ വെട്ടിവീഴ്ത്താൻ കോടാലികൾക്ക് കഴിഞ്ഞേക്കാം, പക്ഷേ ആ മരങ്ങൾ മണ്ണിൽ വാക്കിവെക്കുന്ന വിത്തുകൾ നാളെ വലിയ കാടുകളായി മാറുക തന്നെ ചെയ്യും. ഈ യാത്ര തുടരുകയാണ്. ഈ ചരിത്രത്തിൻ്റെ കാണാപ്പുറങ്ങളുടെ അടുത്ത ഒരു അധ്യായത്തിലൂടെ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.